ആഹാ കുട്ടികളെ, കന്നാ സാറേ, അങ്ങേക്ക് വേണ്ടി മാഡം പ്രാതൽ കൊടുത്ത് അയച്ചിട്ടുണ്ട്. അത് ശരി, കൊള്ളാം. കന്നാ സാറേ, സാർ എന്തിനാ അലാറം ക്ലോക്ക് സാറിന്റെ കൈ കെട്ടിയിരിക്കുന്നേ? പ്ലംബറിനെ വിളിക്കേണ്ടി വരും. സിങ്ക് ബ്ലോക്കാ. ഇത് സാധാരണ ക്ലോക്ക് അല്ല, സ്പെഷ്യൽ ക്ലോക്കാ. അടി കൈ. അടിക്കാം, പക്ഷെ അത് ഇത് പറ, ഇതിനെന്താ എത്ര സ്പെഷ്യാലിറ്റി ഉള്ളത്? എന്റെ പോപ്പറ്റ് ഇത് വല്യച്ഛൻ ഉണ്ടാക്കിയതാണ്. ഇത് വെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇത് വല്യച്ഛൻ എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. എവിടെ, ഞാനൊന്ന് കാണട്ടെ. ഒന്ന് നിക്കട്ടെ ബണ്ണി. ഇത് അപൂർവവും വിലപ്പെട്ടതുമായ വാച്ചാണ്. ഞങ്ങൾക്ക് ഒന്ന് കാണണം. ഒന്ന് നിക്കണോ അവിടെ? എന്റെ പിള്ളേരെ, ഇത് കളിപ്പാട്ടൊന്നും അല്ല. ടൈം ട്രാവലർ ഒരു പ്രത്യേക സാധനമാണ്. എന്തായാലും ഞങ്ങളും അത് കണ്ടേ മതിയാകൂ. അയ്യോ, ഒടിഞ്ഞു പോയേ. അയ്യോ, വാച്ച് ഒടിഞ്ഞു പോയോ? മീൻ വെക്കുന്ന ചട്ടിയാ പൊട്ടിയത്. വാച്ചല്ല പിള്ളേരെ, എന്റെ നടുവാ ഒടിഞ്ഞത്. നിൽക്ക്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. കന്നാ സാറേ, സാറിന്റെ കയ്യിലെ വാച്ച് എന്തിനാ ഇങ്ങനെ മിന്നിക്കളിക്കുന്നേ? വാച്ച് ചീത്തയെന്നാ തോന്നുന്നേ. എനിക്കത് ശരിയാക്കാൻ അറിയാം. ഒന്നും ചെയ്യണ്ട പിള്ളേരെ. അബദ്ധത്തിൽ സ്വിച്ചെങ്ങാനും മാറിപ്പോയാൽ നമ്മൾ പിന്നെ വേറെ യുഗത്തിലെത്തും. യുഗത്തിൽ എത്തുമെന്നല്ല, ദാ എത്തിക്കഴിഞ്ഞു. സംശയമുണ്ടോ? ഇത് ടൈം ക്ലോക്ക് ഒന്നും അല്ല, മാജിക് ക്ലോക്ക് ആണ്. ഇതാ കണ്ടില്ലേ, ഖന്ന സാറിന്റെ വീടിനത് ഒരു കൊട്ടാരമാക്കി മാറ്റി. വീട് കൊട്ടാരാക്കിയതല്ല, നമ്മളിപ്പോ ഒരു കൊട്ടാരത്തിലാണ്. അതും മുഗളന്മാരുടെ സമയത്തുള്ള. വേഗം വാ, ഇവിടുന്ന് പോകാം. ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഒന്ന് കറങ്ങിയിട്ട് പോകാം. ശരി, എല്ലാം പെട്ടെന്ന് വേണം. കൊള്ളാം. എന്ത് മനോഹരായിട്ടുള്ള കൊട്ടാരം ഇത്. വാവ്, കൊള്ളാം. വളരെ വലുതാണ്. അല്ല, ഇതാരാണ്? ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ദേ നോക്ക്. എന്റെ അമ്മോ, ഇത് മിർസ കാഫിലാണ്. 18th സെഞ്ചുറിയിലെ ഏറ്റവും വലിയ കവി. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാനാണ്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം. എന്തായി ചെയ്യുന്നത്? ഈ വേഷത്തിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാ ഫാൻ തലയിലിട്ട് കൊന്നുകളയും. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഫാൻ ഇല്ലല്ലോ. സംശയമുണ്ടോ? സ്റ്റൂളിൽ കയറി നിന്ന് വൃത്തിയായി തുടക്കാൻ ഫാൻ. പരിചയപ്പെടാൻ പറ്റിയില്ല. ഒന്ന് കാണെങ്കിലും ചെയ്തോട്ടെ ഞാൻ. അയ്യോ, അയാൾ ഇങ്ങോട്ടാ വരുന്നത്. മഴ കാത്തു നിൽക്കുന്നതാണ് വേഴാമ്പൽ, കുളത്തിൽ വളരുന്നതാണ് അല്ലിയാമ്പൽ. കാണുന്ന പൂക്കൾക്കെല്ലാം വർണ്ണമേറെ, ദൈവത്തിന്റെ കൊട്ടാരത്തിൽ അംഗങ്ങളുമേറെ. അടിപൊളി. അല്ല, ഈ ശബ്ദം ഇത് എവിടുന്ന കേൾക്കുന്നത്? പ്രശംസ കേട്ട് കേട്ട് ശീലിച്ച് ഇപ്പൊ എന്ത് കേട്ടാലും പ്രശംസ കേൾക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കവിതയും നന്നായിട്ടുണ്ട്. ഇത് നേരെ ദർബാറിൽ അവതരിപ്പിച്ച ബാദുഷയ്ക്ക് സന്തോഷമാവും. അത് കവിത ചൊല്ലാൻ പോവുകയാണ്. ചൊല്ലിക്കോട്ടെ. സാർ ആ ബട്ടൺ ഒന്ന് അമർത്ത്, നമുക്ക് വേഗം തിരിച്ചു പോകാം. എനിക്കും ദർബാറിൽ പോയി സുൽത്താനെ കാണണം. എനിക്ക് അവിടെ നടക്കുന്ന പരിപാടിയിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം. കന്നാ സാറേ, നമ്മൾ കൊടുക്കും. ഒരിക്കലും പിടിക്കപ്പെടില്ല. നമ്മൾ ഈ കാലഘട്ടത്തിലെ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ പോകും. ഇങ്ങനെ നമ്മളെ കൊലക്ക് കൊടുക്കാനുള്ള എല്ലാ പ്ലാനും ആലോചിച്ച് വെച്ചിരിക്കുക. സംശയമുണ്ടോ? പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോണം. ആ ദർബാറിൽ വെച്ച് എനിക്കും കവിത ചൊല്ലണം. ശരി, ആയിക്കോട്ടെ. കവിത കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ പോകും. ഇങ്ങനെ പോയാൽ പിടിക്കപ്പെടും. നമുക്ക് വേഗം വേഷം മാറാം. ഐഡിയ. സുൽത്താൻ ദർബാറിലേക്ക് ആഗതനാവുകയാണ്. എന്നാ പിന്നെ കവിത ചൊല്ലൽ ആരംഭിക്കാം. ഇത്രയും ലൈറ്റ് ഉണ്ടായിട്ട് പോലും സുൽത്താന് മറ്റുള്ളവരെ കാണാൻ ഒരു മെഴുതിരിയുടെ ആവശ്യം വേണ്ടി വന്നു. കഴുതേ, ഇതിനെ ഷമായി മെഹഫിൽ എന്നാണ് പറയുന്നത്. ഇത് കൊണ്ടുപോയി ആരുടെ മുന്നിൽ വെക്കുന്നോ അവരാണ് കവിത ചൊല്ലേണ്ടത്. കൂട്ടുകാരെ, അത് ആരുടെ മുമ്പിലെങ്കിലും കൊണ്ടുപോയി വെച്ചോട്ടെ. കന്നാ സാർ കവിത ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഉടനെ പോകും. ഇവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റണമെന്നുണ്ടെങ്കിൽ
ഇടയ്ക്കിടയ്ക്ക് ഒരു കമന്റ് പാസ്സാക്കിയേ മതിയാകും. ഒരു മനോഹരമായ ഗസലിന്റെ കുറച്ച് വരികൾ കവിതയായിട്ട് ചൊല്ലാൻ ഞാൻ. അങ്ങനെയാവട്ടെ. സുഗന്ധത്തിന്റെ നാളുകൾക്കല്ലോ വസന്തം എന്ന് പേരിട്ടിരിക്കുന്നത്. വസന്തമാണല്ലോ പൂക്കളിൽ സുഗന്ധം ചാലിച്ചിരിക്കുന്നത്. ആഹാ. എന്തൊരു നല്ല കവിതയാണ്. സുഗന്ധത്തിന്റെ നാളുകൾക്കല്ലോ വസന്തം എന്ന് പേരിട്ടിരിക്കുന്നത്. വൈക്കോല് കൊടുത്തിട്ടാണല്ലോ പശു പാല് തരുന്നത്. മിക്കവാറും ഈ പരിപാടിക്ക് ശേഷം നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. കഥകളെല്ലാം പഴങ്കഥകളായി മാറിയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് ആ കഥകളൊക്കെ വെറും കെട്ടുകഥകളായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. ആഹാ കൊള്ളാം, നന്നായിരിക്കുന്നു. ബലേ ഭേഷ്. ആഹാ, എന്തൊരു നല്ല കവിത. കഥകളെല്ലാം പഴങ്കഥകളായി മാറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ ഞാൻ ഗോട്ടിയിട്ട് വയ്ക്കുമായിരുന്നു ചെപ്പിൽ. അടികൈ. കവിത ചൊല്ലാൻ ഇനി ദർബാറിലേക്ക് വരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കവിയായ ഹഫീം ഷായാണ്. ഈ കന്നാ സാറിന് എപ്പോ വിളിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. വളരെ നന്ദിയുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം വളരെ മനോഹരമായ കവിതകൾ ഞാൻ എപ്പോ ചൊല്ലുമെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കാലാകാലങ്ങളിൽ മനുഷ്യന്റെ മാറ്റം വെറും മിന്നൽ പോലെ. ഞാൻ എന്റെ മനസ്സെന്ന പുസ്തകത്തിൽ കുത്തിക്കുറിക്കുന്ന കവിതകളും അതുപോലെ. കൂടാതെ തുമ്മുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും അസുഖം എന്തെങ്കിലുമാണോ കൊറോണയെ പോലെ. കന്നാ സാറ് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ? വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കാറുണ്ട് എന്നും നമ്മുടെ നാട്ടിൽ. സംഗീതം എന്ന 3 അക്ഷരമോ ചുരുക്കി പറയാൻ നമുക്ക് പാട്ടിൽ. ആഹാ, മനോഹരമായ കവിതയാണ്. വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കാറുണ്ട് എന്നും നമ്മുടെ നാട്ടിൽ. പോപ്കോൺ കഴിക്കാം, സിനിമ കാണാം എന്നും നമ്മുടെ വീട്ടിൽ. കൂട്ടുകാരെ, കന്നാ സാറിന്റെ അവസരം വന്ന് കവിത ചൊല്ലി തീർക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. നമ്മൾ പിടിക്കപ്പെടാതിരുന്നാ മതി. ഭാഗ്യത്തിന് അയാളിതാ ആ വിളക്ക് അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ അടുത്തതായി ഇവിടേക്ക് വരവേൽക്കുകയാണ്. ഇനി ആരെങ്കിലും വരവേൽക്കാനുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് വരവേറ്റാ മതി. ഇനി ഈ വിളക്ക് നേരെ ഖന്നാ സാറിന്റെ അടുത്തേക്ക് മാത്രമേ പോകൂ. ആരാണ് ഈ വിവരദോഷി? വിവരദോഷിയല്ല, ഞാൻ ഹണിയാണ്. ക്ഷമിക്കണം ഗുസൂർ, ഇതാണ് ഖന്ന. ഇദ്ദേഹം പുതിയതായി വന്നിരിക്കുന്ന കവിയാണ്. ഇദ്ദേഹത്തിന് അവസരം നൽകൂ. ഹണിയുടെ തെറ്റുകൾ ക്ഷമിച്ച് മാപ്പ് നൽകിയാലും. ശരി, ക്ഷമിച്ചിരിക്കുന്നു. അതായത് എന്റെ ഈ ദർബാറിൽ എല്ലാവർക്കും അവസരം ലഭിക്കാറുണ്ട്. പുതിയ കവിക്ക് സ്വന്തം കവിത ചൊല്ലാവുന്നതാണ്. സിംഹാസനത്തിലിരുന്ന് ഈ കൊട്ടാരം ഭരിക്കുന്ന താങ്കളെ ഷെഹൻഷാ എന്ന് വിളിക്കും. കവിത ചൊല്ലാൻ പോകുന്ന കവിയെ തീർച്ചയായും ഖന്ന എന്ന് വിളിക്കും. അടികൈ. ഇപ്പോ കേട്ട കവിതയ്ക്ക് ഗുണമില്ല. ഇതിനെ കവിത എന്ന് പറയാനാവില്ല. കലയെ അപമാനിക്കുന്നത് ശരിയല്ല. എന്താ ശരിയല്ലേ? എന്റെ കവിതകൾ ദേ ഈ കൊട്ടാരത്തിൽ മുഴുവൻ പാട്ടായി. എനിക്ക് സന്തോഷമുണ്ട്. എന്റെ ആദ്യ കവിതയിൽ തന്നെ എല്ലാവരും ഫ്ലാറ്റ് ആയി. അടികൈ. ഖന്നാ സാർ നമ്മുടെയൊക്കെ പുക കണ്ട ഇവിടെ എണീറ്റ് പോവുള്ളൂ. സംശയമുണ്ടോ? കൊതുകിന്റെ കടി കൊണ്ടാൽ കോവറ കഴുത ഒരിക്കലും ചാകില്ല. ആഹാ, എന്താ ഒരു കവിത. കൊതുകിന്റെ കടി കൊണ്ടാൽ കോവർ കഴുത ഒരിക്കലും ചാകില്ല. കൊള്ളാം കൊള്ളാം. കൊതുകിന്റെ കടി കൊണ്ടാൽ ഒരിക്കലും കോവറ കഴുത ചാവില്ല. ചക്കയുടെ ചെറ ഉടുപ്പിൽ വീണാൽ അതൊരിക്കലും കഴുകിയാലും പോവില്ല. അടികൈ. കഴിഞ്ഞ ദീപാവലിക്ക് ഞാൻ പൊട്ടിച്ചു ഒരു അടിപൊളി ഗുണ്ട്. വീട്ടിൽ ദോശയോടൊപ്പം ഞാൻ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അടികൈ. മറ്റൊരു നല്ല കവിത കൂടി ഞാൻ ചൊല്ലാം. നല്ല നേന്ത്രപ്പഴം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ 1-2 തിന്നും. വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ഏത് പച്ചക്കറിയും ഫ്രഷ് ആണെന്ന് തോന്നും. അടികൈ. എല്ലാവരും അടികൈ. ഖടാക്. ഇയാള് കവിത എന്ന കലയെ അപമാനിക്കുകയാണ്. ഇയാളെ വേഗം പിടിച്ച് തുറുങ്കിലടയ്ക്ക്. വേഗം പിടിച്ചു കെട്ടി കൊണ്ടുപോയവനെ. ഇദ്ദേഹത്തോട് ദയവ് ചെയ്ത് ക്ഷമിച്ചാലും ഹുസൂർ. പക്ഷെ തമാശ രൂപത്തിൽ കവിത പറയാൻ കഴിയുന്നതും ഒരു കലയല്ലേ. ഇദ്ദേഹം ആ കാര്യത്തിൽ അഗ്രഗണ്യനാണ്. അല്ല, ഇയാളുടെ കവിതകൾ ഭോഷത്വമാണ്. വേഗം പിടിച്ചു കെട്ടു ഇവനെ. കന്നാ സാറേ, ഓടിക്കോ. തെറ്റുപറ്റി ക്ഷമിക്കൂ സുൽത്താൻ. ഈ തൂവാല പിടിക്കൂ മുഖം വൃത്തിയാക്കാൻ. വാ, ഇങ്ങനെ ഒരു അവസരത്തിലും കവിതയോ? എനിക്ക് വളരെ സന്തോഷമായി. ഇതാ എന്റെ വക ഒരു സമ്മാനം. കന്നാ സാറേ,
ഓടിക്കോ. അല്ല നമ്മളെന്തെങ്കിലും കിടന്ന് ഓടുന്നേ? വാച്ച് കയ്യിലുണ്ടല്ലോ, തിരിച്ചു പോവാം നമുക്ക്. ഈ കഴുതക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിലാണല്ലോ ബുദ്ധി തെളിയുന്നത്. സംശയമുണ്ടോ? കണ്ണാ സാറേ, വേഗം വാച്ചിലെ സ്വിച്ച് അമർത്ത്. നമ്മൾ എങ്ങനെ രക്ഷപ്പെട്ടു? എന്റെ പിള്ളേരെ, എന്നെ അവിടെ തന്നെ വിട്ടിട്ട് പോന്നാ മതിയായിരുന്നു. അതെന്താ? കാഫിൽ സാർ എന്റെ ഫാനായി കഴിഞ്ഞു. ദാ ഈ തൊപ്പി എനിക്ക് ഗിഫ്റ്റ് ആയി തന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും എന്റെ ഫാനാക്കി മാറ്റിയേനെ. ആ, അവിടെ നിന്നിരുന്നെങ്കിലേ അവര് സാറിനെ ഫാനാക്കി കെട്ടി തൂക്കിയേനെ. സംശയമുണ്ടോ? എന്തായാലും അദ്ദേഹത്തിന് മുന്നിൽ എനിക്ക് എന്റെ കവിതകളൊക്കെ ചൊല്ലാൻ പറ്റിയല്ലോ. പിന്നെ കാഫിൽ സാറിന്റെ ഈ തൊപ്പിയും കിട്ടി. കൊച്ചളിയ, എനിക്ക് ഡൈനോസറിനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് പോയിട്ട് വന്നാലോ? അയ്യോ, വേണ്ടേ?